ഹായ്, തെർമൽ എഞ്ചിനീയറിംഗിലെ KTU പ്രകാരം മൊഡ്യൂൾ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തേത് സ്റ്റീം എഞ്ചിനീയറിംഗ്. അതിൽ TS ഡയഗ്രമും മോഡുലർ ചാർട്ട് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് റാങ്കൈൻ സൈക്കിൾ, അതിൽ മോഡിഫൈഡ് റാങ്കൈൻ സൈക്കിൾ, റീഹീറ്റ് സൈക്കിൾ, റീജനറേഷൻ സൈക്കിൾ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസും. തേർഡ് പാർട്ട് ബോയിലേഴ്സ് ആണ്. അതിൽ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് ബോയിലേഴ്സ്, ബാബ്കോക്ക്, വിൽക്കോക്സ് എന്നിവ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മൗണ്ടിങ്സ് ആൻഡ് അക്സസറീസ്. ഫോർത്ത് പാർട്ടിൽ നമുക്ക് വരുന്നത് നോസിൽസ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് നോസിൽസ്, എക്സിറ്റ് വെലോസിറ്റി, മാസ് ഫ്ലോ റേറ്റ്, ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഇൻ നോസിൽ, സൂപ്പർ സാച്ചുറേറ്റഡ് ഫ്ലോ എന്നിവയാണ് സാധാരണ ചോദിച്ചു വരുന്നത്. സ്റ്റീം എഞ്ചിനീയറിംഗിൽ നമുക്ക് TS ഡയഗ്രാം വെച്ച് തുടങ്ങാം. T along the y-axis, S along the x-axis. സ്റ്റീമിൻ്റെ TS ഡയഗ്രാം ഒരു ഡോം ഷേപ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ആ ഡോമിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിലത്തെ മിഡിൽ പോയിൻറ്റിനെ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. അതിനെ CP എന്ന് ഡിനോട്ട് ചെയ്യാം. ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് സബ് കൂൾഡ് ലിക്വിഡ് റീജിയൻ ആണ്. അതുപോലെ തന്നെ വിത്തിൻ ദ കർവ് നമുക്ക് ഒരു വെറ്റ് വേപ്പർ റീജിയൻ ഉണ്ട്. ടു ദ റൈറ്റ് ഓഫ് ദ ഡോം നമുക്കൊരു സൂപ്പർ ഹീറ്റഡ് സ്റ്റീം റീജിയൻ ഉണ്ട്. സബ് കൂൾ ലിക്വിഡ് റീജിയനിൽ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിരിക്കും. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം റീജിയനിൽ കംപ്ലീറ്റ്ലി വേപ്പർ ഫേസിലായിരിക്കും. വെറ്റ് വേപ്പർ റീജിയനിൽ നമുക്ക് ലിക്വിഡ് ആൻഡ് വേപ്പർ എന്ന മിക്സ്ചർ നമുക്കിവിടെ കിട്ടും. CP വരെയുള്ള ലെഫ്റ്റ് കർവിനെ നമുക്ക് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് കർവിനെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ എന്നും ഡിനോട്ട് ചെയ്യാം. സ്റ്റീമിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് TS ഡയഗ്രാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു TS ഡയഗ്രാം അതുപോലെ തന്നെ വരച്ചു, അതിൽ കർവും വരച്ചെടുത്തു. ക്രിട്ടിക്കൽ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ അഥവാ ഐസോബാർ വരയ്ക്കണം. കർവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ, വിത്തിൻ ദ ഡോം ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ. അതിനെ നമുക്ക് P1 എന്ന് മാർക്ക് ചെയ്യാം. ഓരോ പ്രഷറിനും അതിൻ്റേതായ ഒരു സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ ഉണ്ടാവും. അതിനെ നമുക്ക് Tsat എന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ വേറൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വേണമെങ്കിൽ ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ, ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാം. അതിനെ നമുക്ക് P2 എന്നും അതിൻ്റെ സാച്ചുറേറ്റഡ് ടെമ്പറേച്ചറിനെ Tsat 2 എന്നും മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ സബ് കൂൾ ലിക്വിഡ് റീജിയനിലുള്ള പോയിൻറ്റിനെ സബ് എന്നും, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഉള്ളതിനെ F എന്നും, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഉള്ളതിനെ G എന്നും, സൂപ്പർ ഹീറ്റഡ് റീജിയനിലത്തെ പോയിൻറ്റിനെ സുപ്പ് എന്നും മാർക്ക് ചെയ്യാം. 4 പോയിൻറ്റും കൂടാതെ വിത്തിൻ ദ കർവ്, വിത്തിൻ ദ ഡോം നമുക്കൊരു റീജിയൻ ഉണ്ട്, വെറ്റ് വേപ്പർ റീജിയൻ. അതിലേത് പ്രോപ്പർട്ടിയും നമുക്ക് W വെച്ച് ഡിനോട്ട് ചെയ്യാം. തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എൻതാൽപ്പി H, അതുപോലെ തന്നെ എൻട്രോപ്പി S, സ്പെസിഫിക് വോളിയം V. ഓരോ റീജിയനെയും സഫിക്സ് ആക്കിയെടുത്ത് ഡിനോട്ട് ചെയ്യാം. കൂൾ റീജിയനിലുള്ള H സബ് എന്നും, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഉള്ള പോയിൻ്റ് Fലത്തെ HF എന്നും, Gനെ HG എന്നും, H സുപ്പ് എന്നും ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ HW. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എൻട്രോപ്പിയുടെയും സ്പെസിഫിക് വോളിയത്തിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിനോട്ട് ചെയ്യാം. HW, SW, VW എന്നിവയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫോർമുലയുണ്ട്. HW = HF + H × HFG. അതെന്ന് വെച്ചാൽ HG - HF. അതുപോലെ തന്നെ SW = SF + H × SFG. VW = VF + HVFG. HFG, SFG, VFG എന്ന് പറയുന്നത് G - F എന്നുള്ള ഫോർമാറ്റിൽ. HFG = HG - HF, SFG = SG - SF, VFG = VG - VF. ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ആകെ അറിയാത്തത് എക്സ് ആണ്.
ഈ എച്ച് എന്ന് പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ. ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെറ്റ് വേപ്പർ റീജിയണിൽ ടോട്ടൽ മിക്സ്ചറിൽ എത്രത്തോളം വേപ്പർ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിന് നമുക്ക് മാസ് ഓഫ് വേപ്പർ ബൈ ടോട്ടൽ മാസ്, അതിൻ്റെ റേഷ്യോ ആണ് ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ MV/M. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ നമുക്കറിയാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തത്തിൽ ലിക്വിഡാണ്. അപ്പോൾ അതിൽ H=0, കംപ്ലീറ്റ്ലി ലിക്വിഡ്. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ നമുക്കറിയാം അതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തത്തിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ മാസ് ഓഫ് വേപ്പർ ബൈ ടോട്ടൽ മാസ് 1 ആവുന്നു. അപ്പോൾ H=1. വെറ്റ് വേപ്പർ റീജിയൻ്റെ മിഡിൽ പോയിൻറ്റിൽ നമുക്ക് H=0.5 എന്ന് കിട്ടും. വെറ്റ് വേപ്പർ റീജിയനിലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് 2 ഫാക്ടർ, അതായത് Pയും Hഉം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂപ്പർ ഹീറ്റഡ് റീജിയനിലത്തെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് Pയും Tയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ റീജിയനിലത്തെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സൂപ്പർ ഹീറ്റഡ് റീജിയനിലത്തെ ടെമ്പറേച്ചറിനെ നമുക്ക് T_sub എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർ ഹീറ്റഡ് റീജിയനിലത്തെ പാരാമീറ്റേഴ്സ് H_sub, S_sub, V_sub എന്ന് ഡിനോട്ട് ചെയ്യാം. എൻതാൽപ്പി, എൻട്രോപ്പി, സ്പെസിഫിക് വോളിയം ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അപ്പോൾ H_sub = Hg + Cps × T_sub - Tsat. അതുപോലെ S_sub = Sg + Cps log E T_sub/Tsat. പിന്നെ V_sub = Vg T_sub/Tsat. ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് അറിയാത്തതായിട്ടുള്ളത് ആകെ CPS വാല്യൂ ഉള്ളൂ. CPS എന്ന് പറഞ്ഞാൽ CP ഓഫ് സ്റ്റീം = 2.1 kJ/kg Kelvin. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റീം ടേബിൾ വെച്ച് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യന് വെറ്റ് സ്റ്റീം അറ്റ് 3 bar and 40% dry is heated to 300 degrees Celsius at constant pressure. Calculate the heat required for 1 kilogram of steam. ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ നമുക്ക് എടുത്ത് എഴുതാം. P = 3 bar, H = 40% എന്ന് വെച്ചാൽ H = 0.4, T = 300 degrees Celsius. ടെമ്പറേച്ചറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് നമുക്ക് T_sub എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് Tsat കണ്ടുപിടിക്കണം, സാച്ചുറേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ആദ്യം നമുക്കൊരു TS ഡയഗ്രാം വരച്ചേക്കാം. സ്റ്റീമാണ്, അപ്പോൾ ഒരു ഡോം വരയ്ക്കാം. തന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വരയ്ക്കാം. 3 bar ലൈൻ വരച്ചു. = 0.4. അപ്പോൾ CP നിന്ന് താഴ്ത്തി വന്നു കഴിഞ്ഞാൽ 0.5 ആണ്. അതിന് കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് H = 0.4, റീജിയൻ 1 മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ 2 സെക്കൻഡ് റീജിയൻ മാർക്ക് ചെയ്യാം. T_sub 300 degrees Celsius അതും മാർക്ക് ചെയ്ത് വെക്കാം. Pനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. P1 = 3 bar. ഇനി സാച്ചുറേഷൻ ടെമ്പറേച്ചർ സ്റ്റീം ടേബിൾ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസ് ടേബിളുള്ളതിൽ പ്രഷർ ബാറിൽ അതിൽ നിന്ന് നമുക്ക് 3 bar പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചർ 133.54 എടുത്ത് എഴുതാം. അത് മാർക്ക് ചെയ്യാം. 133.54 കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റ് റിക്വയർഡ് ആണ് ഫോർ 1 kilogram സ്റ്റീം. അപ്പോൾ Q = നമുക്കറിയാം രണ്ടിൻ്റെ 1 to 2ൻ്റെ എൻതാൽപ്പി ചേഞ്ചാണ് ഹീറ്റ് ഫോർ കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ Q = ΔH എന്ന് മാർക്ക് ചെയ്യാം. ΔH എന്ന് പറഞ്ഞാൽ H2 - H1. H1 = HW എന്നറിയാം, വെറ്റ് വേപ്പർ റീജിയനിലുള്ളതായതുകൊണ്ട്, which is equal to HF plus H into HFG. ഇനി നമുക്ക് വേണ്ടത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലെയും Hൻ്റെ പ്രോപ്പർട്ടീസ്. അത് നമുക്ക് സ്റ്റീം ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. 3 bar പ്രഷറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF 561.43 HG 2724.7 നമുക്ക് നോക്കി വെക്കാം. By substituting 561.43 plus
എച്ച് എന്ന് പറഞ്ഞാൽ 0.4 ഇൻറ്റു എച്ച് ജി മൈനസ് എച്ച് എഫ്. എച്ച് എന്ന് പറയുന്നത് 2724.7 2724.7 മൈനസ് 561.43. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1426.738 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എച്ച് സൂപ്പാണ്. H2 എച്ച് സൂപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റീം ടേബിൾസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറഞ്ഞ ടേബിൾ എടുക്കാം. അതിൽ നമുക്ക് പ്രഷർ 3 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 300 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3009.7 എന്ന വാല്യൂ കിട്ടും. കിലോ ജൂൾ പെർ കിലോഗ്രാം നമുക്കറിയാം Q ഈക്വൽ ടു ഡെൽറ്റ എച്ച്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് Q ഈക്വൽ ടു H2 മൈനസ് H1 3069.7 മൈനസ് 1426.738. ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1642.962 കിലോ ജൂൾ പെർ കിലോഗ്രാം. So we have the heat required heat 1 kilogram of steam from state 1 to state 2. സ്റ്റീം എഞ്ചിനീയറിംഗിൽ നമുക്ക് 2 ഡയഗ്രാം ഉണ്ട്. ഒന്ന് TS ഡയഗ്രാം, T along the y axis, S along the x axis. TS ഡയഗ്രാം. അതുപോലെ തന്നെ നമുക്കൊരു HS കർവ് വരയ്ക്കാം. H along the y axis, S along the x axis. This is called Muller chart. TS ഡയഗ്രാം നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. സ്റ്റീമിനാകുമ്പോൾ ഒരു ഡോം ഷേപ്ഡ് ആയിട്ടിരിക്കും. സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും ലിക്വിഡ് ലൈനും. അതിലൊരു ഐസോബാർ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻ ലൈൻ, പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ ഒരു ഇൻക്ലൈൻ ലൈൻ. നമുക്ക് P1 എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു ഐസോബാർ വരയ്ക്കാൻ പറഞ്ഞാൽ P2 നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. അതിന് ഓരോ പ്രഷറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. വി ക്യാൻ ഡിനോട്ട് ദാറ്റ് ബൈ Tsat. സാച്ചുറേറ്റഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ് അഥവാ CP എന്ന് ഡിനോട്ട് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഡ്രൈനെസ് ഫ്രാക്ഷൻ ലൈൻസ് വരയ്ക്കാൻ CPയിൽ നിന്ന് അടിക്ക് വെർട്ടിക്കലായിട്ട് ഒരു ലൈനും അതുപോലെ തന്നെ 2 സൈഡിലേക്കും കേർവ്ഡ് ആയിട്ട് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ഡ്രൈനെസ് ഫ്രാക്ഷനിലത്തെ ലൈൻസ് കിട്ടും. H ഈക്വൽ ടു 0.5, H ഈക്വൽ ടു 0.25, അതുപോലെ തന്നെ H ഈക്വൽ ടു 0.75. സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ H ഈക്വൽ ടു 1ഉം സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ H ഈക്വൽ ടു 0. ഇത്രയാണ് TS ഡയഗ്രാം. മോളിയർ ചാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റീമിൻ്റെ പ്രോപ്പർട്ടി ലൈൻസ് വരയ്ക്കാൻ നോക്കാം. TS ഡയഗ്രത്തിനെ പോലെയല്ല, ഒരു ചെറുതായിട്ടൊന്ന് സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു കേർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ക്രിട്ടിക്കൽ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉള്ള കേർവിൽ നമുക്കത് മാർക്ക് ചെയ്യാം. CP എന്ന് ഡിനോട്ട് ചെയ്യാം. കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻസ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ്, പിന്നെ ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻസ്, ഇതൊക്കെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ ഐസോബാർസ് വരയ്ക്കാൻ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വിത്തിൻ ദ ഡോം, സ്ലാൻഡിങ് സ്ട്രേറ്റ് ലൈൻ വിത്തിൻ ദ ഡോം, പിന്നെ അത് ഡൈവേർജ് ചെയ്ത് പോയിരിക്കും. നമുക്കതുപോലെ നമ്പർ ഓഫ് ഐസോബാർസ് അതുപോലെ തന്നെ വരയ്ക്കാം. ഐസോബാർസിനെ നമുക്ക് P1, P2, P3 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷനെ നമുക്ക് CPയിൽ നിന്ന് തുടങ്ങി ഒരു 3 കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻസ് വരയ്ക്കാം. H ഈക്വൽ ടു 0.25, H ഈക്വൽ ടു 0.5, H ഈക്വൽ ടു 0.75. നമുക്കറിയാം സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ H ഈക്വൽ ടു 1, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ H ഈക്വൽ ടു 0. കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻസായി. ഇനി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ വരയ്ക്കാൻ വിത്തിൻ ദ ഡോം ഐസോബാറിൽ കൂടെ വരാം, പിന്നെ റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്ത് പോവുക. അതുപോലെ നമുക്ക് പല കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻസ് വരയ്ക്കാൻ കിട്ടും. T1, T2, T3 എന്ന് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. നമുക്ക് വേണ്ട TS ഡയഗ്രാമും മോളിയർ ചാർട്ടും ആയി.